ഇക്ക, ഒരു കുപ്പി വെള്ളം 10 രൂപ അല്ലേ? 10 രൂപ. വേറെ എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട ഇക്ക. ശരി ഏട്ടാ. ശരി. ശരി ഏട്ടാ. കിണ്ടർ ജോയ് അല്ലേ? മനസ്സിലായി. തിന്ന് മുഴുവൻ പല്ലു പോയി. വാ. ഇക്ക, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടമൊക്കെ നല്ല ഉഷാറായിട്ട് പോണു മോനെ. 10 രൂപ കയ്യിൽ കിട്ടണില്ല. എന്താണ് ഒക്കെ കടോണ് പോണത്. അതെ അതെ. ഇക്ക, കായവർത്തുണ്ടാ? കായവർത്തുണ്ട്. കപ്പലണ്ടിയാ? കപ്പലണ്ടിയുണ്ട്. പപ്പടവടെ? പപ്പടവട ഉണ്ടല്ലോ. പപ്പടവട ഉണ്ട് മോനെ. എല്ലാം ഈ 2 പാക്കറ്റ് എടുത്തോ. ഈ 2 പാക്കറ്റ് വേണോ? എത്ര? 300 രൂപ മോനെ. 300 അല്ലേ? ഓ, തികയൂലാട്ടാ. പറ്റിയിലിരിക്കോ? പറഞ്ഞ സാധനങ്ങളൊക്കെ എടുത്താ? അപ്പോ അതെല്ലാം കൂടെയും 5, 6, 8, 450 രൂപ വരും. എത്ര? 450 രൂപ. 450. ഞാനാർക്കും കാശ് കൊടുക്കാറില്ല, എന്റെ ആരും പേടിക്കാറില്ല. മര്യാദക്കല്ലേ നിന്നെയും കത്തിക്കും, കടയും ഞാൻ കത്തിക്കും. മനസ്സിലായടാ? ഇവിടെ ആരുമില്ല. എന്താ കിട്ടിക്ക? ഒന്നും പറയണ്ട മോനെ. 10-35 കൊല്ലം ഗൾഫിൽ കിടന്ന് പണിയെടുത്തു. 3 പെങ്ങന്മാരെയും കല്യാണം കഴിച്ചു കൊടുത്തു. പിന്നെ മക്കളെ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ കട ഇട്ടും ജീവിക്കാന്ന് കരുതി. ഒരു ഗുണ്ട വന്ന് എന്നെ കത്തിക്കുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഏതാണ് അവൻ? അവൻ ഇവിടെ ചുറ്റിപ്പറ്റി നടക്കുന്ന ആളാണ്. വല്ലപ്പോഴും ഇവിടെ വരും. ഇനി വല്ല പ്രശ്നം ഉണ്ടാക്കി എന്നോട് പറയണം. ഞാൻ ഈ സ്ഥലത്ത് ചെയ്യണം. അതെ, ഈ നമ്പർ വിളിക്കണം. എല്ലാ സ്ഥലത്തും ഇതുപോലത്തെ ഗുണ്ടകൾ. സത്യം പറഞ്ഞ ഓനെ പോലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഈ നാടിന് ആവശ്യം. ഇവിടെ ശരി സാർ. അയ്യോ സാറേ, ഉപ്പ് സോഡ വേണ്ടേ? പിന്നെ